ജാതി വ്യവസ്ഥയെ പിന്തുണച്ച് RSS ഇന്ത്യൻ സമൂഹത്തെ ഏകീകരിക്കുന്ന ഘടകം ജാതി വ്യവസ്ഥയെന്ന് RSSന്റെ പാഞ്ചജന്യം ആഴ്ചപ്പതിപ്പിലെ മുഖപ്രസംഗത്തിലാണ് പരാമർശം. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശവും ഈ ഒരു ലേഖനവും വന്നിരിക്കുന്നത്? ക്രിസ്റ്റീന, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർലമെന്റിനകത്തും അതിനും പുറത്തും ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണങ്ങളും സജീവമായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വന്തം ജാതി അറിഞ്ഞുകൂടാത്തവരാണ് ജാതി സെൻസസിന് വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നത് എന്നടക്കമുള്ള പ്രസ്താവനകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് RSSും രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യൻ സമൂഹത്തെ ഏകീകരിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം അത് ജാതി വ്യവസ്ഥയാണ് എന്നുള്ള കാര്യമാണ് RSSന്റെ വാരികയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മുഗൾ വംശം തിരിച്ചറിഞ്ഞില്ല, പക്ഷേ ബ്രിട്ടീഷുകാർ ഇത് കൃത്യമായി ഈ ഒരു ജാതി വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞു. അവരുടെ രാജ്യത്തിലെ അധിനിവേശത്തിനെതിരെ അത് തടയുന്നതിന് ഒരു മാർഗമായി സ്വീകരിച്ചു. മിഷണറിമാരും ഈ ജാതി വ്യവസ്ഥയുടെ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതും ഈ വാരികയുടെ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങളുമുണ്ട്. മിഷണറിമാർ അത് മതപരിവർത്തനത്തിൻ്റെ ഒരു ഘടകമായി ഉപയോഗിച്ചപ്പോൾ കോൺഗ്രസ് അത് സമൂഹത്തിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്നതിനായാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇതിനു മുൻപ് RSS മേധാവി മോഹൻ ഭാഗവതം ജാതി സെൻസസിനെ അനുകൂലിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാതെ ജാതി സെൻസസ് നടപ്പാക്കണം എന്നതും അദ്ദേഹവും പറഞ്ഞിരുന്നു. എന്തായാലും ആ ചർച്ചകൾ ഇപ്പോഴും സജീവമാവുകയാണ്. ക്രിസ്റ്റീന, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. RSSന്റെ പാഞ്ചജന്യം ആഴ്ചപ്പതിപ്പിലെ മുഖപ്രസംഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാ കോണുകളിലും നടക്കുകയാണ്.